മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി ഇന്നാണ്. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ കേസിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിഎസ്പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. കെ വി ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കണം? കാരണം കെ സുരേന്ദ്രന് വളരെ നിർണായകമാണല്ലോ ഈ വിധി. തീർച്ചയായും എൽദോ, കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണിന്ന്. കാരണം ഈ കേസിൽ വിടുതൽ ഹർജിയിലെ വിധിയാണ് ഇന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള, അതായത് 5 പ്രതികളാണ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസിലുള്ളത്. ഈ 5 പേരും ചേർന്നാണ് ഇത്തരത്തിൽ വിടുതൽ ഹർജി. അതായത് കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് ആരോപിച്ചായിരുന്നു സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു വിടുതൽ ഹർജി നൽകിയത്. 2023 സെപ്റ്റംബറിൽ നൽകിയ ആ ഒരു ഹർജിയിൽ വാദം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം വിധി പറയാൻ വെച്ചിരുന്നെങ്കിലും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേരും ഹർജിക്കാരും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം കോടതി വെക്കുകയായിരുന്നു. അതേ തുടർന്നായിരുന്നു ഇന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേരും കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ഹാജരാവുക. എന്തായാലും ഇതിൽ 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ കേസ് പൂർണ്ണമായും, അതായത് 5 പേരെയും കുറ്റവിമുക്തരാക്കും. അതല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പുള്ളത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമമാണ്. ആ നിയമം എടുത്തു കളയണമെന്നൊരു ആവശ്യം കൂടി ഈ വിടുതൽ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിയമം ഇതിൽ നിൽക്കില്ല എന്ന് കണ്ട് അത് എഴുതി തള്ളും. അതല്ലെങ്കിൽ ഈ കേസ്, ഈ ഹർജി തള്ളി ഈ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി എന്തായാലും ഉത്തരവിടും. ഇത് 3 ഏതായാലും നിർണായകമാണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമാണിത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ബിഎസ്പി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി പത്രിക പിൻവലിച്ചു എന്നതാണ് ഈ കേസ്. ആ LDF സ്ഥാനാർത്ഥിയായിരുന്ന വി രമേശനായിരുന്നു ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. എന്നാൽ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. സുരേന്ദ്രന്റെ അഭിഭാഷകരായി ഹരിയും അതുപോലെ തന്നെ കെ ശ്രീകാന്തും ഉൾപ്പെടെ 5ഓളം അഭിഭാഷകരാണ് സുരേന്ദ്രന് വേണ്ടി ഹാജരായത്. ഇതിൽ സുരേന്ദ്രന് ജാമ്യം എടുക്കാൻ വൈകിയതും പിന്നീട് സുരേന്ദ്രൻ നേരിട്ടെത്തി ജാമ്യം എടുക്കുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ വാർത്തകളായിരുന്നു. എന്തായാലും സുരേന്ദ്രൻ ഇന്ന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നുണ്ട്. ഈ കേസിൽ 12 മണിയോടുകൂടി തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. എൽദോ, ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 12 മണിയോടെ നമുക്ക് ആ വാർത്തയിലേക്ക് കൂടുതൽ പോകാം.